ഹലോ ഗൈസ്, വെൽക്കം ടു ഫാമിലി. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇനി വീഡിയോ ചെയ്ത് സ്ഥിരമായിട്ട് പോകണമെന്നൊക്കെയാണ് ഓർത്തിരിക്കുന്നത്, അറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്ന് എന്ത് വീഡിയോ ചെയ്യുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു ട്രഡീഷണൽ ലുക്ക്, അതായത് എൻ്റെ രീതിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഓർത്തത്. അപ്പോൾ ഇതാണ് സാരി. ഇങ്ങനെ ഒരു സാരി ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തന്നെയാണ് സാരിയൊക്കെ സാരി ഉടുത്തോ ഒത്തോ ഇല്ലയോ ഒന്നും എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ തന്നെ എടുത്തോട്ട് ഞാൻ കുറേ പട്ടിഷയൊക്കെ കാണിച്ചു. പട്ടിഷയൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫേസിൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. സോഫ്റ്റിൻ്റെ നിവയുടെ മോയ്സ്ചറൈസിങ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് അതിനിടയ്ക്കും കുറേ ഏതാണ്ടൊക്കെ കാട്ടിക്കൂട്ടുന്നൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം ഞാൻ ഇങ്ങനെ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഫേസിലും നെക്കിലും എല്ലാം നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ മോയ്സ്ചറൈസിങ് ക്രീം ഇടാൻ പറയുന്നത് ഗൈസ്. അത് കഴിഞ്ഞ് ഫേസിലെല്ലാം മോയ്സ്ചറൈസിങ് ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് വീണ്ടും ഞാൻ ചുമ്മാ എന്തിനോ വേണ്ടി മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഞാൻ അതായത് ഡാസ്ലറിൻ്റെ ഒരു പൗഡറാണ് യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് ഗൈസ്. ഇപ്പോൾ പൗഡറൊക്കെ അപ്ലൈ ചെയ്തു. പൗഡർ അപ്ലൈ ചെയ്തതിന് അതിനുശേഷം ഞാൻ എൻ്റെ ഫേവറേറ്റ് കളറായ ലിപ്സ്റ്റിക്ക്, അതായത് എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ഒരു ഷെയ്ഡാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല ഈ സാരിക്കും ഈ ഒരു ഷെയ്ഡ് മാച്ചാന്ന് തോന്നി. ഞാൻ ക്യാമറയിലൊക്കെ നോക്കിയാണ് ലിപ്സ്റ്റിക്ക് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അപ്പം എനിക്ക് കണ്ണാടി നോക്കി ഇടാമെന്ന് വെച്ചാൽ ഇത് രണ്ടും കിട്ടുന്നൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതിനകത്ത് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ കുറേ പട്ടിഷയൊക്കെ കാണിച്ചു. പിന്നെയും അത് കഴിഞ്ഞ് ഐലൈനർ യൂസ് ചെയ്യാതെ ഞാൻ ഒരു എന്നാ പറയുന്നത്, നമ്മുടെ കൺമഷിയില്ലേ, അതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം കണ്ണിനകത്ത് ഞാൻ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ കുറേ നാളായി ഞാൻ കൺമഷി വെച്ച് കണ്ണൊക്കെ എഴുതിയിട്ട്. അപ്പോൾ കണ്ണിൽ നിന്നൊക്കെ നിറച്ചും വെള്ളമൊക്കെ വന്നായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കരച്ചിലും പിഴിച്ചിലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കണ്ണൊക്കെ ഒരു വിധത്തിൽ സെറ്റാക്കിയിട്ടാണ് ഞാൻ റെഡിയായത്. അങ്ങനെ കണ്ണെല്ലാം എഴുതി കഴിഞ്ഞ് പിന്നെയും കുറേ പട്ടിഷയൊക്കെ കാണിച്ചു. കണ്ണെഴുതി തൊത്തോ കുറേ നാളായില്ല കണ്ണൊക്കെ എഴുതി. കണ്ണ് കരിഞ്ഞ് കണ്ണെല്ലാം നിറഞ്ഞ് അതിനകത്തൂടെ വെള്ളമൊക്കെ വരുന്നതാണ് ഗൈസ്. അപ്പം ഞാൻ കുറേ നേരം അത് വെച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുഞ്ഞി കറുത്ത പൊട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പൊട്ടാണിത്. അപ്പം ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു സ്പോട്ട് എനിക്ക് താഴെ വെക്കാനാണ് ഗൈസ് ഇഷ്ടം. അങ്ങനെ പൊട്ടൊക്കെ വെച്ച് ഞാൻ സുന്ദരിയായി നോക്കുകയാണ് ഗൈസ്. അങ്ങനെ മുടി എങ്ങനെ കെട്ടണമെന്നറിയാതെ ഞാൻ വീണ്ടും ഭയങ്കര കൺഫ്യൂസ്ഡായി. ലാസ്റ്റ് ഞാൻ സാരിയല്ലേ എന്നോർത്ത് സൈഡ് പകുത്ത് ഈ ഒരു സ്റ്റൈൽ മാത്രമേ മുടി കെട്ടാൻ അറിയത്തുള്ളൂ. മുടി കെട്ടാൻ ഈ ഒറ്റൊരു സ്റ്റൈൽ മാത്രമേ. അപ്പോൾ ഞാൻ എന്നാൽ ഇങ്ങനെ തന്നെ കെട്ടാം എന്നൊക്കെ ഓർത്തു. അങ്ങനെ അതിനു വേണ്ടി, അതായത് സൈഡിൽ ക്ലിപ്പ് കുത്തി ഇടാം എന്നോർത്തു. അപ്പം ഞാൻ അതിനു വേണ്ടിയുള്ള പരിപാടിയാണ്. ചങ്ങയെല്ലാം മുടിയൊക്കെ ഏന്തിയും പറഞ്ഞൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ അതെല്ലാം ഒരു വിധത്തിൽ ഒതുക്കി അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ മുടിയൊക്കെ നൈസായിട്ട് കെട്ടി. പക്ഷേങ്കിൽ നല്ല എനിക്ക് ഇച്ചിരി കഷ്ടപ്പെടേണ്ടി വന്ന്, എനിക്ക് മുടി കെട്ടാൻ വലുതായിട്ട് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാനൊന്ന് വെച്ച് നോക്കുകയാണ്. അപ്പം തൊത്ത് ശരിയായി, ഓക്കെ, അപ്പോൾ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഞാൻ കുറച്ച് പട്ടിഷ വെച്ച് നോക്കി ഇത് ചേരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഗൈസ് ഞാൻ ഇത് മതി എന്ന് ഫിക്സാക്കി. അങ്ങനെ ഞാൻ ഒരു കൊച്ചു ക്ലിപ്പൊക്കെ എടുത്ത് ക്ലിപ്പ് കുത്തിയതിന് ശേഷം ഞാൻ മുടിയൊക്കെ ഒന്ന് ഒതുക്കി എല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് മുടി ഫ്രണ്ടിലോട്ട് ഇടാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. നല്ലോണം നെറ്റിയുള്ളതുകൊണ്ട് മുടി കുറച്ചങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ ഇട്ടു. ഫ്രണ്ടിൽ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ കമ്മലിട്ടില്ലല്ലോ എന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ ചൂസ് ചെയ്ത 2 കമ്മലാണ്. ഈ സാരിക്ക് ചേരുവോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഞാൻ കമ്മൽ വാങ്ങിയിട്ടിപ്പോൾ 1 വർഷത്തിന് മേലെ എങ്ങാണ്ടേ. അപ്പം പിന്നെ ഒരിക്കലും ഞാൻ ഈ കമ്മൽ അങ്ങനെ ഇട്ടിട്ടുമില്ല. എന്നാൽ പിന്നെ ഈ കമ്മൽ തന്നെ ഇട്ടേക്കാം എന്നോർത്ത് അങ്ങനെ ഞാൻ ഈ കമ്മലൊക്കെ എടുത്തിട്ട് അതും കുറച്ച് നേരം അതിൻ്റെയും പട്ടിഷയൊക്കെ കുറച്ച് നേരം നോക്കി. അതെല്ലാം കഴിഞ്ഞ് സാധാരണ ഞാൻ എങ്ങനെയാണോ വീട്ടിലൊരുങ്ങുന്നത് അതേപോലെ തന്നെ കേട്ടോ കാണിച്ചിരിക്കുന്നത്. അല്ലാതെ ഇച്ചിരി കുറച്ച് മോഡേണാകാം എന്ന് വിചാരിച്ചില്ല. പിന്നെ ഏത് മാലയിടും എന്നോർത്തു. കൈ കെട്ടിയ ഒരു മാലയായിരുന്നു ഇത്. സാരിക്ക് ചേരുവോ ഇല്ലയോ എന്ന് ഓർത്തില്ല. ഒരുങ്ങിയതിന് ശേഷം കേസ് ഞാൻ മാലയിട്ട് സാരി എടുത്തതിന് ശേഷം മാല ഇടേണ്ടതായിരുന്നു. എന്നിട്ടായിരുന്നു ഒരുങ്ങേണ്ടത്. പക്ഷേ ഞാൻ അതിന് മുന്നേ ഞാനെടുത്ത് മാലയൊക്കെ ഇട്ടു. അങ്ങനെ ചെറുതായിട്ട് മുടിയൊന്ന് കുളമായി. പിന്നെ ഞാൻ അത് ശരിയാക്കി. മാലയിട്ട വഴിക്ക് മാലയുടെ ലാസ്റ്റിലുണ്ടായിരുന്ന ഒരു നൂല് പോലത്തെ കുറച്ച് സാധനമൊക്കെ എടുത്തൊക്കെ എൻ്റെ കയ്യിൽ വന്നു. പിന്നെ അതെല്ലാം എടുത്ത് മാറ്റി
മുടിയിടയ്ക്ക് കയ്യിലൊക്കെ കുരുങ്ങി മലയൊക്കെ വെച്ച് സെറ്റായി ഗൈസ്. അങ്ങനെ ഞാൻ വീണ്ടും പട്ടി ഷോയിലേക്ക് പോവുകയാണ്. അപ്പം മാലയായി, കമ്മലായി, പൊട്ടായി, എല്ലാമായി. അപ്പം എൻ്റെ ലാസ്റ്റ് ലുക്ക് ഇതായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും കുറേ പട്ടി ഷോ കാണിക്കാൻ വേണ്ടി അമ്മയെ വിളിച്ചുകൊണ്ട് പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഗൈസ്. ഫുൾ സൈസ് ഫോട്ടോസൊക്കെ എടുത്ത് വെറുതെ ഇരിക്കുകയല്ലേ, വെറുതെ വീട്ടിലിരിക്കുമ്പോഴുള്ള പരിപാടിയാണ് ഈ സാരി എടുത്തെടുക്കൽ എന്നുള്ളത്. എന്നെപ്പോലെ വേറെ പേര് കാണും ഇതുപോലെ. ഇതാണ് എടുത്ത ഫോട്ടോസ്. ഇഷ്ടമായോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്ക് എന്തായാലും ഫോട്ടോസൊക്കെ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി. അമ്മയായിരുന്നു ഫോട്ടോ എടുത്ത് തന്നെ. ഞാൻ പക്ഷേ എങ്കിൽ സാരി ഇച്ചിരി കൂടെ നന്നായിട്ട് ഉടുക്കാം എന്നൊക്കെ തോന്നി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.